ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിലിട്ട അതേ ഡ്രസ്സാണ് ഇപ്പോഴും ഇട്ടിട്ടുള്ളത്. കാരണം എനിക്ക് കൊള്ളുന്ന ഡ്രസ്സുകൾ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. ആകെ 2-3 ഡ്രസ്സേ കൊള്ളുന്നുള്ളൂ. അപ്പോൾ അത് ഉണങ്ങുക ഇതാണ് കേട്ടോ ഇപ്പം എൻ്റെ പണി. അപ്പം ഇപ്പോൾ 8 മന്തായി. അപ്പോൾ പിന്നെ ഇനി വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചത് അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് നൂൽപുട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ടാണ് അടുപ്പൊക്കെ കത്തിക്കുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ മോനിക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത്. അതിന് ശേഷം ഞാൻ കറണ്ടടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നൂൽപുട്ട് നമുക്ക് മാവ് കുഴക്കണമല്ലോ, ആ കുഴക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളാട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് ആകുമ്പോഴത്തേന് ഇതാ നമ്മളെ ഇവിടെ എപ്പോഴും ഇങ്ങനെ പൊടി വീഴും കേട്ടോ. മേലെ മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് ഇപ്പോൾ പോരാ. കാരണം എല്ലായിടത്തും നമ്മൾക്ക് വിണ്ട് കീറുക, പൊട്ടി വരിക, അങ്ങനത്തെ ഒക്കെ സാധനം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വറുക്കുന്ന സമയത്ത് കോരി കല്ല് പൊട്ടിച്ചിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തട്ടി. പിന്നെ നമ്മളിന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഒന്ന് കഴുകി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ തക്കാളിയും മുളകും ഒരു ഉരുളക്കിഴങ്ങും ഇടുന്നുണ്ട് കേട്ടോ. നൂൽപുട്ടിനായത് കൊണ്ട് കുറച്ച് നല്ല ഗ്രേവി വേണം. അപ്പോൾ ഒരു കുറച്ച് കട്ടിയിൽ ഗ്രേവി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുവരെ ഞാൻ വെച്ച് നോക്കിയില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. നമ്മളധികം ഗ്യാസ് യൂസ് ചെയ്യലില്ല. നമ്മൾ ഈ കറണ്ട് അടുപ്പ് തന്നെ കേട്ടോ യൂസ് ചെയ്യുക. ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കറണ്ട് അടുപ്പാണ് ഈസി കുക്കിൻ്റെ. ആദ്യം നമുക്ക് ഉണ്ടായിരുന്നു, പിന്നെ നാശമായിട്ട് പുതിയത് വാങ്ങിയതാണ് കേട്ടോ. കുറേ കാലം ഈട് നിൽക്കും, പിന്നെ നല്ല ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടിനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നമ്മളെന്താക്കി കടലേക്കും കൂടി വെച്ചെന്നാൽ വേഗം വിസിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതാ നൂൽപുട്ടിനുള്ള മാവിനുള്ള വെള്ളമായപ്പോൾ നൂൽപുട്ടിനുള്ളത് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ലോണം സോഫ്റ്റുള്ള പൊടിയാണ് കേട്ടോ, അജ്മീൻ്റെ പൊടിയാണ്. അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം വേണം കേട്ടോ. അപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ രണ്ടാമതും വെച്ചിട്ട് പിന്നെയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് കുറവാണ്. ഈ ലൈറ്റ് ഇട്ടാലേ നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കാണൂല കേട്ടോ. അതുകൊണ്ടാണ് 2 ലൈറ്റ് ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിതാ ഇഡ്ഡലി തട്ടൊക്കെ നല്ലോണം കഴുകി തുടച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടോ. പിന്നെ നമ്മളെ ഇഡ്ഡലി തട്ടുന്ന സോറി ഗൈസ്. അപ്പോൾ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചിലെ ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ല സുഖമാണ്. നമ്മൾ നല്ല പൊടിയൊക്കെ ആണെങ്കിൽ വേഗമായും കൊണ്ട് കിട്ടും കേട്ടോ. മറ്റേതാണെങ്കിൽ ഇങ്ങനെ കറക്കണ്ടേ. ഇതാകുമ്പോൾ സുഖമാണ് കേട്ടോ, നല്ല ഈസിയിൽ വരും. പിന്നെ അതിങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് 2 തട്ടുള്ളൂ. അപ്പോൾ 2 തട്ട് വേഗം ആക്കിയിട്ട് അടുപ്പത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മോൻ്റെ കുളിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെമ്പിലോട്ട് ഇട്ട ഒരു ഇലയല്ലേ, അത് ഇതിന് മുന്നേ ഞാൻ വീഡിയോസിൽ പുട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടുന്ന ഇല കേട്ടോ, നെയ്ച്ചോറിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ നല്ലോണം അടുപ്പൊക്കെ തുടച്ചതിന് ശേഷമാണ് നമ്മൾ പോയിരുന്നത് കേട്ടോ. അതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല, ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടി. പിന്നെ കുറച്ച് നല്ലോണം തീവാണ് കേട്ടോ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരട്ടയും ചകിരിപ്പൊളിയൊക്കെ വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് കത്തിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളെ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാനിതാ പുട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നൂൽപുട്ട് വെച്ചതിന് ശേഷം ഞാനിതന്ന് പിന്നെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഉമ്മ മുറ്റത്ത് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ അടിച്ചു വാരി കഴിഞ്ഞൊന്ന് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ. രാവിലെ നല്ല തണുപ്പാണ്, രാത്രി ഒന്നും അങ്ങനെ തണുപ്പില്ലെങ്കിലും രാവിലെ നല്ല തണുപ്പാണ്. അപ്പം മോനെ കുറച്ച് നേരം ഇങ്ങനെ ഇടങ്ങാറാക്കി നോക്കി കേട്ടോ. കാരണം എനിക്ക് പല്ലേക്കണമെങ്കിൽ ഓന് വേണം.
ഓനെ കൂട്ടാതെ പല്ലേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്വൈര്യം തരില്ല. അപ്പോൾ പല്ലൊക്കെ തേച്ച് ചായ പിന്നെ ഫസ്റ്റത്തെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പല്ലേച്ച പാടെ ഒരു ചായ കുടിക്കും. അത് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചായ ഇട്ട് കുടിക്കാം. അതിന് ശേഷം ഞാൻ മോനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് പല്ലേക്കുന്നത്, അല്ലെങ്കിൽ ഓൻ സീനാക്കും. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ നൂൽപുട്ട് ആയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുകയാണ് ആയിക്കുന്നോന്ന്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ അതായതിനു ശേഷം കാസറോളിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ വേഗം മൂടി വെച്ചാൽ ഇങ്ങനെ ആവി കുടുങ്ങിയിട്ട് വേവാത്ത പോലൊക്കെ തോന്നും. ഇവിടെ ഉപ്പാക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആവി പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തുറന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കടല നല്ലോണം വെന്തിട്ടുണ്ട്. കടലയല്ല, നമ്മൾ പട്ടാണി കടല, അത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടോ. നല്ല ഗ്രേവി വേണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ട് അപ്പോഴാണ് നമ്മൾ അപ്പു എണീച്ച് വന്നത് കേട്ടോ. അപ്പു എണീച്ച് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കടിയാണ് നൂൽപുട്ടും ഗ്രീൻ പീസ് കറി. അതിനെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതും ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വേഗം ഉറങ്ങിയതായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേഗം പോയി കുളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് നിൽക്കാട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് നൂൽപുട്ടും ഗ്രീൻ പീസ് കറി ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഓനെ സോപ്പിടുകയാണ് കേട്ടോ. ആദ്യം കുളിക്കാൻ വേണ്ടിയിട്ട് അംഗനവാടി പോകണമല്ലോ. അപ്പോൾ ഫസ്റ്റ് കുളിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനിങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൻ അതിലൊന്നും മുകുന്നില്ല. ഓനക്ക് ഓറഞ്ച് രാവിലെ തന്നെ കണ്ടിട്ട് അത് വേണം, പിന്നെ നൂൽപുട്ട് ഇപ്പം തന്നെ പല്ലേച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ സോപ്പിടുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇവനെടുത്ത് നേരെ കൊണ്ടുപോയിട്ട് പല്ലേക്കാൻ കൊണ്ടുവച്ചിട്ടോ. അങ്ങനെ ഓന് ഒറ്റയ്ക്ക് പല്ലേച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് പല്ലേക്കാനൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ പല്ലൊക്കെ തേപ്പിച്ചെടുത്ത്. അങ്ങനെ ഇവനിക്കുള്ള വെള്ളം വേഗം അവിടെ വെച്ചതിന് ശേഷം കറിയൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇക്കൊക്കെ കുളിച്ച് വന്നിരുന്നു. ഇക്കൊക്കെ ഇഷ്ടപ്പെട്ട കടിയൊക്കെ ആണെങ്കിൽ മാത്രമേ രാവിലെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊന്ന് വറവിടുന്നുണ്ട്. കരിവേപ്പിലയും കടുകും ഇച്ചിരി ഗരം മസാലയും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറവിട്ടിട്ടുള്ളത്. ആകെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുള്ളൂ മസാലകളായിട്ടുള്ള. പിന്നെ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് നൂൽപുട്ടും ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഇഡ്ഡലി ചെമ്പ് തുറക്കാൻ ചൂടായത് കൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കൊടുവാളൊക്കെ എടുത്തിട്ടാണ് തുറക്കുന്നത് കേട്ടോ. അങ്ങനെ വെന്തോ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട്. അങ്ങനെ വെന്തതിന് ശേഷം നമ്മളെ കാസറോളിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ മോനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് ശേഷം നമ്മൾ ഇടുന്ന ചട്ടക ഉണ്ടല്ലോ, അത് നിലത്ത് വീണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നിലത്തുനിന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാലിലൊട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതും ആ തട്ടിലും വേഗം നമ്മൾ നൂൽപുട്ട് നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ നല്ലോണം പിന്നെ സോഫ്റ്റ് ആവുക. അങ്ങനെ അവസാനത്തെ ട്രിപ്പുമാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് വടിച്ചിടുന്നുണ്ട്. അവസാനത്തെ ട്രിപ്പിൽ കൊണ്ടില്ല കേട്ടോ. അപ്പോൾ ഒരു അച്ചും കൂടി ഉണ്ട് കേട്ടോ ഇടാൻ. അപ്പോൾ മോന് വേഗം കുളിപ്പിച്ച് വന്ന് ഓനെ മാറ്റി കൊടുത്തു. അങ്ങനെ ഓനക്കും ഇക്കാക്കുള്ള ചായയും കടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു രണ്ടാളും ഒപ്പാണ് കേട്ടോ പോവുക. മോനെ അംഗനവാടിയിലാക്കിയതിന് ശേഷമാണ് ഇക്ക ഷോപ്പിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ 9:45 ആയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചായ അതിന് ശേഷം ഞാനും ഉമ്മയും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടിൻ്റെ അവസാനത്തെ അച്ചും നമ്മൾ ഒരു തട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതും അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ചായ കുടിക്കുന്ന നേരം കൊണ്ട് അതായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചോറ് മതി. അപ്പോൾ ചെറിയ ചെമ്പിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വെള്ളം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. കാരണം വരുന്ന വെള്ളമായതുകൊണ്ട് ബ്ലീച്ചിങ് പൗഡർ ചുവയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഒരു തട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് വേഗം കാസറോൾ കൊണ്ടുപോയിട്ട് എടുത്ത് വെച്ചിട്ടോ. പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ കഴുകി വെച്ച് അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുറേ ചട്ടികളും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വേഗം ഒന്ന് കഴുകിയൊക്കെ. എനിക്ക് പാത്രം കഴുകുന്ന ഭയങ്കര മടിയുള്ള പണിയാണ്.
എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ് ഈ കരിക്കുള്ള പാത്രം പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം കഴുകി വെച്ചില്ല പിന്നെ മടി പിടിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതങ്ങനെ കരണ്ട് ഇങ്ങനെ നമ്മളെ കളിയാക്കുന്നുണ്ട്, വരിക പോവുക അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ അങ്ങനെ വേഗം കഴുകി വെച്ചതിന് ശേഷം ഞാനിതാ ടി വി ഒന്ന് ഓണാക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ സൂര്യ മ്യൂസിക്കിൽ പാട്ട് വെച്ചിട്ട് ഞാനിതാ സെറ്റിക്കൊന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലെത്തിയപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം നമ്മൾ റൂമും വേഗം ഒന്ന് അടുക്കി പെറുക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ബെഡ്ഷീറ്റ് അതേ കളറാണില്ലേ പുതപ്പ്, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം ബെഡ്ഷീറ്റും നമ്മളെ പുതപ്പും ഒക്കെ ഒന്ന് തട്ടി വിരിച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ കിടക്കേൻ്റെ ഫ്രണ്ട് പോർഷൻ, അതായത് നമ്മൾ തല വെക്കുന്ന പോർഷനിൽ ഒരു പാർട്ട് പീസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ റൂമിൽ അല്ലെങ്കിലേ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു പാർട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്. നമ്മളെ തലഭാഗത്ത് ഒരു നമ്മളെ അലമാറ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അത് അങ്ങോട്ട് വെച്ചതാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ കിടക്കൊക്കെ വിരിച്ചിടുന്നുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ റൂമിൽ ഞാൻ ഇന്നലെ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചതായിരുന്നു, അത് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, ആരും കിടക്കാനില്ലല്ലോ. അങ്ങനെ ഉമ്മാൻ്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കിടക്കൊന്ന് തട്ടി വിരിക്കണമായിരുന്നു. അതിന് അപ്പോഴത്തേന് ഇതാ നമ്മളെ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ കഴുകി അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ 3 കസാറ് വെക്കുമ്പോഴാണ് ഈ ചെമ്പ് യൂസ് ചെയ്യുക. അങ്ങനെ ഇതാ അരി ഇട്ട ശേഷം ഞാൻ അടുക്കളയിൽ നിന്ന് തീയൊക്കെ നല്ലോണം കത്തിച്ചതിന് ശേഷം എന്താ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടിച്ചു വരാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൊട്ടലും മടക്കി വെക്കലും ഒതുക്കി വെക്കലും ഒക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം അടിച്ചു വാരിയെടുത്താൽ മതി. ഇന്ന് വേഗം പണിയൊക്കെ തീർത്തിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ വേഗം പണിയെടുക്കുന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് കേട്ടോ. 8 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഈ ഫ്രണ്ടിനെ കാണുന്നത്. നമ്മളെ സ്കൂൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫ്രണ്ടിനെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഓള് കുറേ കാലത്തിന് ശേഷം അവളെ കാണാൻ പോവുകയാണ് കേട്ടോ. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നേരെ ടേബിളിലോട്ടാണ് വന്നിട്ടുള്ളത്. ടേബിളിൽ കുറേ കറികളും അതും ഇതൊക്കെ ആയിട്ട് ആകെ അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം സോപ്പൊക്കെ ഇട്ടൊന്ന് ചകിരിയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് കളയുന്നുണ്ട്. അതിന് ശേഷം ആ വാഷ് ബേസിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ആ ചില്ലിൻ്റെ റാക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയും നല്ലോണം അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തിട്ട് അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മ ഇതാ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മൻ്റെ ഫാമിലിയിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് ചോദിച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷ് വെക്കുന്ന കൊട്ടയൊക്കെ ഒന്ന് തേച്ചൊക്കെ എടുത്ത് അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല നനവുണ്ടായതുകൊണ്ട് ബ്രഷ് വെക്കുന്ന കൊട്ടയൊന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഈർപ്പം വന്നിട്ട് എന്തോ കൂത്തനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഉമ്മാനോട്. അങ്ങനെ ഇതാ വാഷ് ബേസും കഴുകി ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുടക്കാനും കൂടി ഉണ്ട്, തുടക്കാനും കറി വെക്കാനും. അങ്ങനെ ഉമ്മ പോയപ്പോൾ ഞാൻ വേഗം വാതിലൊക്കെ അടക്കുന്നുണ്ട് പേടിയായിട്ട്. ആരെയല്ല പേടി, കുരങ്ങന്മാരെയാണ് ഭയങ്കര പേടിയാണ്. അപ്പം വന്നപ്പോഴത്തേന് ഇതാ നമ്മൾ രാവിലെ കറി വെച്ച പാത്രം വേഗം ഒഴിവാക്കി എടുക്കണമായിരുന്നു, കാരണം അതിൽ പരിപ്പുറി നമുക്ക് വെക്കണം. ഇന്ന് മീൻകാരൻ വന്നിട്ടില്ല, മീൻ വണ്ടി കുറേ നേരം ഞാൻ കാത്തുനിന്നു പക്ഷെ വന്നില്ല കേട്ടോ. അപ്പം നമ്മൾ കുക്കറൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ ഈ പിടി ലൂസായതുകൊണ്ട് ഞാനത് സ്പൂൺ വെച്ചിട്ട് ഇതാക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ കത്തി വെച്ചിട്ട് ടൈറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ എന്താ പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് പരിപ്പ് താളിക്കുന്നു, പിന്നെ വഴുതനങ്ങ പൊരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറൊക്കെ വാർത്തിനു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെളുത്തുള്ളിയും വെള്ളിയുള്ളിയും പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ പരിപ്പ് വെക്കാറ്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് വേഗം അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതാ നമ്മളെ ഈ ഏരിയ നല്ലോണം തുടച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ സോപ്പ്
യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു വെള്ള കളറാണ് കേട്ടോ. കറുത്ത ടൈലായതുകൊണ്ട് നല്ലോണം അറിയും. അങ്ങനെ വെള്ളം ഇന്ന് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം എല്ലോടെയും ഒന്ന് തുടച്ചെടുത്ത് അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. നമ്മൾ കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ നല്ലോണം കരി പിടിക്കും കേട്ടോ നമ്മളെ സിങ്ക്. ഓരോ ദിവസത്തിൽ ഒരു 10 വട്ടെങ്കിലും കഴുകും, എന്നാലും നമുക്ക് നമ്മളെ സിങ്കിൽ ഭയങ്കര കരിയായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കറണ്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം തുടച്ചെടുക്കാമെന്ന്. അങ്ങനെ വേഗം ഓരോ റൂമുകളായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു വ്യക്തി നമ്മളെ വീഡിയോ ഇങ്ങനെ സ്പീഡാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഇത് നമുക്ക് സ്പീഡാക്കുമ്പോഴാണ് നമുക്ക് വോയിസ് കറക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മൾ സ്പീഡാക്കാണ്ട് മെല്ലെ ഇട്ടാൽ ഒന്നും പിന്നെ ചിലവർക്ക് ബോറടിക്കും. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ സ്പീഡാക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് കഴിയുന്ന പോലെ തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡൊക്കെ കുറച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അങ്ങനെ ഞാൻ വഴുതനങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ TV കണ്ടുകൊണ്ട് മുറിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ TV ഒക്കെ കണ്ടുകൊണ്ട് ഏതോ ഒരു പഴയ സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ടുകൊണ്ട് ഞാനിതാ വഴുതനങ്ങൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വട്ടം വട്ടമായിട്ടാണ് മുറിക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം വഴുതനങ്ങൊക്കെ മുറിച്ച് മസാല തേച്ച് വെച്ചതിന് ശേഷം കുളിക്കാൻ പോയിട്ടോ. കുളിച്ച് വേഗം വന്നിട്ടുണ്ട്. 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ പരിപ്പ് കറി ഞാൻ വറവിടാൻ പോവാണ് കേട്ടോ. കടുകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് വേഗം വറവിടുന്നുണ്ട്. പിന്നെ നമ്മൾ വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ മാറിയിട്ടുള്ളത്. അപ്പോൾ ചോറ് ഞാൻ വേഗം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പാക്കുള്ള ചോറ് പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അങ്ങനെ ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടോ. എന്നിട്ടും കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഉപ്പാക്കുള്ള ചോറും കറിയൊക്കെ പാത്രത്തിലാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകുമ്പോൾ കൊടുക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വേഗം പോയി മാറ്റി വരുന്നും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുഡും കഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷം ഉപ്പാക്കുള്ളത് ഇതാക്കി കൊണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഉപ്പാക്കുള്ള കറിയായി ഇനി നമുക്ക് പോവാം. അങ്ങനെ മോനെയും കൂട്ടണം. അപ്പോൾ എനിക്കുള്ള ഇതും കൂടി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം ചോറ് കഴിക്കാൻ പോവാണ്. പിന്നെ ഇക്കാക്കുള്ളത് ചട്ടിയിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പാൻ്റെ ചോറ് വേഗം പാത്രത്തിലാക്കി സഞ്ചിയിലാക്കി വെക്കുന്നുണ്ട്. നമുക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എനിക്കുള്ള ചോറ് ഞാൻ വേഗം കഴിക്കുന്നുണ്ട്. വിശക്കുന്നൊന്നുമില്ല. 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിവിടെ ഫുഡ് കഴിക്കുക. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഉപ്പാൻ്റെ ചോറൊക്കെ കൊണ്ട് ഞാൻ നേരെ പോവാണ് കേട്ടോ. അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. പിന്നെ മോനെ കാത്ത് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. ഇക്ക കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ മോനെയും കൂട്ടി ഇക്ക ഞങ്ങളെ ടൗൺ വരെ ആക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോനും ഇക്കയും കൂടി പോകുന്നുണ്ട്. മോനക്ക് മാറാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ഞാൻ കയ്യിൽ വെച്ചിരുന്നു, അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം ഇക്ക മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന് തന്നെ. അങ്ങനെ നമ്മൾ ബേബീനെ കാണാനല്ലേ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ടിനെ കണ്ട് ഫ്രണ്ടും ഞാനും എന്ത് ചെയ്തു, ബേബിക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഡ്രസ്സ് ഞങ്ങൾ രണ്ടാളും 2 ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ നേരെ ഓട്ടോറിക്ഷയിലോട്ട് കയറിയിട്ടോ. കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ നമുക്ക് നടക്കാനുള്ള അവധി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷയിലോട്ട് കയറിയിട്ടോ. ഓട്ടോറിക്ഷയിലോട്ട് കയറി പിന്നെ വഴിയൊക്കെ തെറ്റി, കുറേ കാലമായില്ലേ പോയിട്ട്. അങ്ങനെ വഴിയൊക്കെ തെറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വഴിയൊക്കെ കിട്ടിയിട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമുക്ക് കുറച്ച് നടന്ന് നമ്മൾ നേരെ ഈ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത സ്പോട്ടാണ്. അപ്പോൾ അതും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവളെ കളിയാക്കുന്നതാണ് കേട്ടോ ഞാൻ. ഇതാണ് എൻ്റെ ബാല്യകാല സുഹൃത്ത്. പക്ഷെ ഇപ്പോൾ കാണാൻ കിട്ടലില്ല. ഇവളെ കെട്ടിച്ചേരെ ഓളെ വിചാരം ഓള് ചത്തുന്ന. ഇത്ര കൊല്ലം 8 കൊല്ലമായി. അതിനുശേഷം ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. കാണുന്നത് ഇപ്പോഴാണ്. നമ്മളെ കാണാൻ വരില്ല, നമ്മളങ്ങോട്ട് പോകണം ഓളെ കാണാൻ.
അങ്ങനെ ഇവളെയും കൊണ്ട് ഞാൻ നേരെ പോയത് എന്താണ് നമ്മളെ ലാല ബേക്കറിയിലോട്ടാണ് കേട്ടോ. അവിടെ നല്ല ലോട്ടർ ഫ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പം ലൈമും ലോട്ടർ ഫ്രൈസുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മോനിക്കാട്ടോ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ലൈമും വന്ന് പിന്നെ ലോട്ടർ ഫ്രൈസും വന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഓള് ആദ്യമേ കഴിച്ചുകൊണ്ട് ഓള് പറഞ്ഞ് എന്തായാലും വേണ്ട, ഒന്നും മതി, രണ്ടൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങളത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോനിക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവത്തിനോടൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനത് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അംഗനവാടിയിൽ നിന്ന് ഫുഡ് കഴിച്ച പാടെ ഇറങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ചിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അതായത് ഒരു ഉസ്താദിൻ്റെ ഫാമിലിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഓരോന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ ഞാനിതാ കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ കൽപ്പറ്റ ലാല ബേക്കറിയത്തെ ലോട്ടർ ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ കാണുന്നവർ വയനാട്ടിൽ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി വെക്കട്ടോ. ഇവൻ്റെ മെയിൻ പണി എന്താ, അപ്പുറത്തുള്ളവരെ സ്വീപ്പാക്കുകയാണ് കേട്ടോ. അങ്ങനെ ലൈമും കുടിച്ച് ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷയിലോട്ട് കയറി. അവളെ ബസ് സ്റ്റോപ്പിലാക്കി ഞാനും മോനും ഓട്ടോറിക്ഷയിലോട്ട് കയറി വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോസ്. ബായ്.